ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് ദീപാവലി ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അന്ന് തുലാമാസത്തിൽ വാവൊരിക്കൽ കൂടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാം അടിച്ച് തളിച്ച് വൃത്തിയാക്കണം എന്നാണ് പറയാറ്. അതേപോലെ എല്ലാ അമ്മയും അമ്മമ്മയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ഛന് കണ്ണൂർ പണിസ്ഥലത്ത് നിന്ന് കാലത്ത് 5:45 ആവുമ്പോഴേക്കും എത്തും. അമ്മ 5:15 ആവുമ്പോഴേക്കും എണീച്ചിട്ടുണ്ട്. കാരണം പണികൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ഒരു തിരക്കിലായിരുന്നു. ആദ്യം തുണികൾ വാഷിംഗ് മെഷീനിലിട്ടു. പുതിയ തുണികളെല്ലാം നനച്ച് വെച്ചു കേട്ടോ, കല്ലിൽ അലക്കാനായിട്ട്. എന്നിട്ട് പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് വാഷ് ബേസ് കഴുകി വൃത്തിയാക്കി. ഒപ്പം ബാത്റൂം കഴുകാനായിട്ട് ലിക്വിഡെല്ലാം ഒഴിച്ച് സോപ്പ് പൊടിയും ഇട്ട് വെച്ചു. വിരിയെല്ലാം അലക്കാനായിട്ട് എടുത്തു കേട്ടോ. എന്നിട്ട് വേഗം ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നിന്ന്. അപ്പോഴേക്കും ഞാൻ എണീറ്റിരുന്നു പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അമ്മ അലക്കാനായിട്ട് നിന്നു കേട്ടോ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അലക്കൽ കഴിഞ്ഞു വരുമ്പോഴാണ് വാഷിംഗ് മെഷീൻ ഒരു പണിയുന്നത്. ഉണക്കുന്ന സമയം വരുമ്പോൾ മെഷീൻ സ്റ്റോപ്പ് ആവുക, ആകെപ്പെട്ടു. എന്നിട്ട് എല്ലാം വാഷിംഗ് മെഷീനിൽ നിന്നെടുത്ത് പിഴിഞ്ഞ് വിരിച്ചിട്ടു. കുളി കഴിഞ്ഞ് വേഗം വിളക്ക് വെച്ചു കേട്ടോ. അപ്പോഴേക്കും അമ്മ കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിരുന്നു. ഇന്ന് ഒരിക്കലായതുകൊണ്ട് തന്നെ റവപ്മാവായിരുന്നു കേട്ടോ, പഴം പുഴുങ്ങിയത്. ഇടയിൽ ഇത് വാങ്ങിക്കാനായി ഞാൻ കടയിൽ പോയി വന്നിരുന്നു. പിന്നീട് ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചു. ഉച്ചയ്ക്ക് സാമ്പാറും കൂർക്കുപ്പേരിയും സലാഡും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് പിന്നെ വീട്ടിൽ കുറച്ച് സാധനം കൂടി വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ കടയിൽ പോയി എല്ലാം വാങ്ങിച്ച് തിരിച്ചു വന്നു കേട്ടോ. പിന്നീട് വൈകുന്നേരം പണികളായി. അടിച്ചു വാരൽ കഴിഞ്ഞു. തുണികളെല്ലാം അടിച്ചു വെച്ചു. അപ്പോഴേക്കും മൊത്തം അമ്മമ്മ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു.
പെട്ടി കമ്പിത്തിരി ബാക്കി ഉണ്ടായിരുന്നു, അതും കത്തിച്ച് ദീപാവലി കളറാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.